നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈ വലിയ എക്സാംസിന് കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് എന്താണ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഒരുപാട് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൊതുവായിട്ട് ചോദിച്ച PSC ചോദിച്ച ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നമുക്ക് കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തേത് ആശാകിരണം. ആശാകിരണം സംസ്ഥാന ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആശാകിരണം എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. അടുത്തത് ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ അത് മാറിപ്പോകരുത്, വ്യക്തമായിട്ട് പഠിക്കാം. ആശ്വാസകിരണം കിടപ്പ് രോഗികളുടെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്നതാണ്. ഒരു 600 ആയിരിക്കും. പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അടുത്തത് അഭയകിരണം. അഭയകിരണം എന്ന് പറഞ്ഞാൽ നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് അഭയകിരണം. അപ്പൊ ആശാകിരണം, ആശ്വാസകിരണം, അഭയകിരണം ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും പേരുകൾ കേൾക്കാന്, പക്ഷെ അത് എല്ലാം വേറെയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിന് ഓപ്ഷൻസ് ചിലപ്പോൾ സെയിം ആയിട്ട് തരും, അപ്പൊ ശ്രദ്ധിച്ച് വായിക്കാം. ആശാകിരണം സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിലും ആശ അതിലും ആശ. അടുത്ത ആശ്വാസകിരണം എന്ന് പറയുമ്പോൾ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അടുത്തത് അഭയകിരണം നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് മെച്ചപ്പെട്ട ജീവിതാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് അഭയകിരണം. അടുത്ത പദ്ധതി ബാലമുകുളം. ഇതെല്ലാം POQ ക്വസ്റ്റ്യൻസ് ആണ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്തത് ബാലമുകുളം. ബാലമുകുളം എന്ന് പറയുമ്പോൾ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അടുത്ത മന്ദഹാസം. മന്ദഹാസം എന്ന് പറഞ്ഞാല് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. കൃത്രിമ ദന്തം, മന്ദഹാസം ചിരിക്കുക, അപ്പൊ ദന്തം പല്ല്, കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. അടുത്തത് മൃതസഞ്ജീവിനിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ്. എന്താണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി. ഇതിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആണ്. അപ്പോ അടുത്തത് ബാലമുകുളം, മന്ദഹാസം, ബാലമുകുളം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ്. അടുത്ത മന്ദഹാസം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ്. അടുത്തത് മൃതസഞ്ജീവിനിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി. അടുത്ത പദ്ധതി നോക്കാം. താലോലം ചോദിച്ചിരുന്നു, ഈ അടുത്ത എക്സാംസിന് ചോദിച്ചിരുന്നു. താലോലം മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. ഡയാലിസിസ് ഒഴികെയുള്ള കിടത്തി ചികിത്സയുള്ള രോഗികൾക്ക് ധനസഹായം ലഭിക്കുന്നതാണ്. അടുത്തത് സാന്ത്വനമാണ്, അതും POQ ആണ്. കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിന് നിയോഗിക്കുന്നത്. അപ്പൊ താലോലം എന്താണ് മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് താലോലം. സാന്ത്വനം കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. അടുത്ത പദ്ധതി കാരുണ്യ പദ്ധതിയാണ്. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗം ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായമാണ്. ഇത് കാരുണ്യ ലോട്ടറി ഉണ്ടല്ലോ, അതുവഴിയാണ് ഇതിന്റെ ധനസഹായം കണ്ടെത്തുന്നത്. അപ്പൊ താലോലം, സാന്ത്വനം, കാരുണ്യ പദ്ധതി. താലോലം എന്ന് പറഞ്ഞാല് മാരകമായ അസുഖം കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ്. സാന്ത്വനം കിടപ്പ് രോഗി വീട്ടിലെത്തി പരിചരിക്കുന്നതാണ്. കാരുണ്യ പദ്ധതി എന്ന് പറയുമ്പോൾ ക്യാൻസർ, ഹാർട്ട്, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ അസുഖം ബാധിച്ചവര് പിന്നോക്കം നിൽക്കുന്നവരില് രോഗികൾക്കുള്ള സാമ്പത്തിക സഹായമാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത മിഠായി പദ്ധതി, അതും POQ ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയാണ്. പ്രമേഹം, മിഠായി മധുരമുള്ളതാണ്, അപ്പൊ പ്രമേഹം അങ്ങനെ ഓർത്തു വയ്ക്കാം. മിഠായി പദ്ധതി പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയാണ്. സ്നേഹപൂർവ്വം പദ്ധതി POQ ആണ്.
അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്ക് മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സ്നേഹപൂർവ്വം പദ്ധതി. അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. അടുത്തത് ശരണ്യാണ്. അത് POQ ആണ്. വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ്. എന്താണ് സ്വയം തൊഴിൽ പദ്ധതി? ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയാണ്. വിവാഹമോചിതരായ സ്ത്രീകൾ, വിധവകൾ, അവിവാഹിതരായ അമ്മമാർ ഇങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ശരണ്യ. മിഠായി പദ്ധതി പ്രമേഹത്തിനാണ്, കുട്ടികൾക്കാണ്. സ്നേഹപൂർവ്വം പദ്ധതി അച്ഛനോ അമ്മയോ മരിച്ചുപോയതോ നോക്കാൻ ആളില്ലാത്തതായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാസം ഒരു നിശ്ചിത തുക നൽകുന്നതാണ് സ്നേഹപൂർവ്വം പദ്ധതി. ശരണ്യ വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ ഇങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ളവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അടുത്തത് സ്പെക്ട്രം. അതായത് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം. അങ്ങനെ ഓർത്തു വെച്ചേക്കാം. അത് POQ ആണ്. സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവരുടെ പുരോഗതിക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അടുത്ത തേനമൃത്. അതും POQ ആണ്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേനമൃത് പദ്ധതി. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേനമൃത് പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത എന്റെ കൂടെ. എല്ലാം POQ ആണ്. അടുത്ത് ഇതെന്താണ്? സാമൂഹ്യ നീതി വകുപ്പിന്റേതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രമാണ് എന്റെ കൂട്. അപ്പൊ ആ കൂട് എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് താമസ സംരക്ഷണ കേന്ദ്രം എന്നുള്ളത് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു സ്പെക്ട്രം ഓട്ടിസം, അതങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അത് ഓട്ടിസം ബാധിച്ചവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്പെക്ട്രം. അടുത്തത് തേനമൃത് പദ്ധതിയാണ്. തേനമൃത് പദ്ധതി ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേനമൃത് പദ്ധതി. അടുത്തത് എന്റെ കൂടാണ്. എന്റെ കൂട് പദ്ധതി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുക്കിയ രാത്രികാല താമസ സംരക്ഷണ കേന്ദ്രമാണ്. രാത്രികാലത്ത് താമസ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ഉണ്ടാക്കിയ പദ്ധതിയാണ് എന്താണ് എന്റെ കൂട് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. അടുത്തത് കാതോരം. കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് കാതോരം. പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നടത്തുന്ന പദ്ധതിയാണ് എന്ത്? കാതോരം. അടുത്ത് ധ്വനി. ധ്വനിയും ഇതുപോലത്തെ കാതോരം, ധ്വനി, അപ്പൊ അതൊക്കെ കേൾവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സയാണ്. അപ്പൊ അവർ അങ്ങനെ അത് നടത്തിയവർക്ക് ആ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് എന്ത്? ധ്വനി എന്ന് പറയുന്നത്. അപ്പൊ കാതോരം എന്ന് പറഞ്ഞാൽ നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതാണ്. ധ്വനി എന്ന് പറയുന്നത് എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സയാണ്. അടുത്തത് മാതൃയാനം പദ്ധതിയാണ്. പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും വീട്ടിലേക്ക് ടാക്സിയിൽ എത്തിക്കുന്നതിനായി വനിതാ ശിശുക്ഷേമ വകുപ്പും കേരള സാമൂഹിക വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? മാതൃയാനം. പ്രസവാനന്തരം കുഞ്ഞിനെയും അമ്മയെയും ടാക്സിയിൽ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സാമൂഹിക വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്നുണ്ടാക്കിയ പദ്ധതിയാണ് എന്ത്? മാതൃയാനം എന്ന് പറയുന്നത്. ഇപ്പൊ കാതോരം, ധ്വനി, മാതൃയാനം. നവജാത ശിശുക്കളുടെ വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ, ഇത് കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷം തുടർ ചികിത്സ. മാതൃയാനം എന്ന് പറഞ്ഞാൽ ഒരു ടാക്സിയിൽ വീട്ടിലെത്തിക്കുന്നതാണ്. അടുത്ത് വയോമിത്രം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള POQ ആണത്. എന്താണ്? കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ചത് ഈ പദ്ധതിയിലൂടെയാണ്. ഓക്കെ. വയോമിത്രം എന്ന് പറഞ്ഞാല് വയോജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോമിത്രം. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിലാണ് അത് ആ പദ്ധതി ഉണ്ടാക്കിയത്. അപ്പോൾ വയോമിത്രം എന്ന് പറഞ്ഞാല് വയോജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. സഹിതം. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുവാനുമായി അധ്യാപകരെ മെന്റർമാരാക്കുന്ന കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം എന്ന് പറയുന്നത്. അടുത്ത ആശ്വാസ്. അത് ചോദിച്ചതാണ്. വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ആശ്വാസ്. ഇപ്പൊ വയോമിത്രം എന്തിനാണ്? വയോജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. സഹിതം എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഒക്കെ ഉള്ള കുട്ടികൾക്ക് അധ്യാപകർ ഒരു മെന്റർഷിപ്പ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സഹിതം.
ആശ്വാസം എന്ന് പറഞ്ഞാൽ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ്. അടുത്തത് മാതൃജ്യോതി ചോദിച്ചിട്ടുള്ളതാണ്. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ത്? മാതൃജ്യോതി. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ നോക്കുന്നതിനായിട്ട് ആദ്യത്തെ 2 വർഷം വരെ എന്താണ് പ്രതിമാസം 2000 രൂപ വരെ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? മാതൃജ്യോതി. അടുത്തത് കവചമാണ്. ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? കവചം. അപ്പൊ ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിത ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കവചം. അടുത്തത് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? ആയുർദളം. മാതൃജ്യോതി എന്താണ്? കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 വർഷം 2000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. കവചം എന്ന് പറഞ്ഞാൽ വീടിനകത്തും പുറത്തും ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കവചം. അടുത്ത ആയുർദളം എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് ആയുർദളം. അടുത്തത് സ്നേഹസ്പർശമാണ്. POQ ആണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുക, അതായത് അമ്മമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. അടുത്ത മംഗല്യം. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. പുനർവിവാഹം അത് ഓർത്ത് വെച്ചേക്ക. പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് എന്ത്? മംഗല്യ. അടുത്ത വയോമധുരമാണ്. പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി എന്താണ്? ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അപ്പൊ സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. മംഗല്യ എന്ന് പറഞ്ഞാൽ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. അടുത്ത് വയോമധുരം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. ഇനിയും ചോദിക്കാത്തതുണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഇതെങ്കിലും നോക്കിയിട്ട് പോവുക. അപ്പോൾ അടുത്ത വരുന്ന എക്സാംസിന് എന്ത് ചെയ്യുക? ഇതെല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് ഒരുപാട്. പക്ഷേ ഇതാണ് POQ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നോക്കാതെ നിങ്ങൾ പോകരുത്. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.